തിരക്കാർന്ന ഒരു ഭാഗത്ത് അവൾ ആകാശ ദൃശ്യങ്ങൾ കൂടി നോക്കൂ. ജനനിബിഡമായൊരു പ്രദേശം എങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ ഒരു കുത്തൊഴുക്കിൽപ്പെട്ട് തകർന്നു പോയത് എന്നതിൻ്റെ ദൃശ്യമാണ് ചൂരൽമലയിൽ നിന്നും മുണ്ടകൈ ഭാഗത്തു നിന്നും വരുന്ന ദൃശ്യങ്ങൾ. ആർത്തലിച്ചെത്തിയ ഉരുൾപൊട്ടലിൽ പിടിച്ചു നിൽക്കാനാവാതെ കീഴടങ്ങിയ മനുഷ്യർ, നിസ്സഹായരായി തീർന്ന മനുഷ്യർ, ഒരിക്കൽ കൂടി കലിതുള്ളിയ പ്രകൃതിക്ക് മുന്നിൽ കീഴടങ്ങിയ മനുഷ്യരുടെ കഥയാണ്. ഒന്നും രണ്ടും നിലകളുണ്ടായിരുന്ന വീടുകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഈ ആകാശ ദൃശ്യങ്ങളിലെ ഈ ഭീകരത യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ച ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. ഈ പുഴ കള്ളാടിപ്പുഴ ഒരു ഭാഗത്ത് വരികയും ആ പുഴ മറ്റൊരു പുഴയായി ചേർന്നൊഴുകുകയും ചെയ്യുന്നതാണ്. ചാലിയാറിൻ്റെ പോഷക നദിയാണ്. ആ പോഷക നദി ഇപ്പോൾ പല വഴികളിൽ തിരിഞ്ഞൊഴുകുന്നു. അവിടെ ഒരു തരത്തിലുള്ള സംവിധാനങ്ങളുമില്ല. അവിടെ ഒരു മേൽവിലാസവുമുള്ള മനുഷ്യരില്ല. അവിടെ ഒരടയാളവും ബാക്കി വയ്ക്കാതെയാണ് പുഴ ഒഴുകിത്തീർന്നത്. ഒരു ചെറിയ തെളിനീര് മാത്രമായി ഒഴുകിയിരുന്നൊരു കുഞ്ഞു പുഴയാണിപ്പോൾ സംഹാരതാണ്ഡവമാടി ഒരു നാടിനെ മുഴുവൻ കവർന്നെടുത്ത് ഒരു ആവാസ വ്യവസ്ഥയെ ഇല്ലാതെയാക്കി മണ്ണോടടക്കിയ സ്വപ്നങ്ങളുമായി ഇപ്പോൾ കരകവിഞ്ഞ് ഒഴുകുന്നതും കലങ്ങി മറിഞ്ഞൊഴുകുന്ന ഈ പുഴയുടെ തോരത്ത് ഒരുപാട് മനുഷ്യർ ജീവിച്ചിരുന്നു. അവരുടെ സ്വപ്നങ്ങൾ കൂടിയാണ് മണ്ണടിഞ്ഞു പോയത്. ഈ കാഴ്ചകളെല്ലാം നമ്മളുടെ ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളാണ്. ഈ തത്സമയ കാഴ്ചകൾ പ്രേക്ഷകർ കാണുന്നത് ഈ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് നിന്നും താഴെ ചൂരൽമലയിലേക്കുള്ള ആകാശ ദൃശ്യങ്ങളാണ് റിപ്പോർട്ടറിൻ്റെ ക്യാമറാമാൻ ജിതിനും സംഘവും പകർത്തി പ്രേക്ഷകർക്ക് നൽകുന്നത്. ആ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് നോക്കൂ. ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഈ ഭാഗത്ത് ഈ മരക്കൂമ്പാരങ്ങൾക്കടിയിൽ ഏതെങ്കിലും മനുഷ്യരുണ്ടോ? ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? ആർക്കറിയാം? അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ നിങ്ങൾക്ക് കാണാം. ഓറഞ്ച് കുപ്പായമിട്ട മനുഷ്യർ, ജീവനുള്ള മനുഷ്യരെ തപ്പുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇത് നമ്മുടെ കേരളത്തിലാണ്. ഒരിക്കലും നമ്മൾ ഇങ്ങനെയൊരു രക്ഷാപ്രവർത്തനത്തിന് സാക്ഷിയായിട്ടില്ല. കവളപ്പാറയിലും പുത്തുമലയിലുമെല്ലാം നോക്കുമ്പോൾ ഈ വ്യാപ്തിയേക്കാൾ പകുതിയോളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരിയാണ്, മനുഷ്യരെ ഇനിയും തിരികെ പിടിക്കാനുണ്ട് കവളപ്പാറയിൽ. പക്ഷേ എന്നിട്ടും ഇതേപോലെ വ്യാപ്തിയുള്ളൊരു ദുരന്തം അടുത്ത കാലത്ത് നമ്മൾ കണ്ടിട്ടില്ല. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 4 ഗ്രാമങ്ങളെ മുഴുവൻ ബാധിച്ചിരിക്കുന്നൊരു വലിയ മഹാദുരന്തം. അത് മുണ്ടകൈ ഗ്രാമം, ചൂരൽമല ഗ്രാമം, ഒപ്പം വെള്ളറമല, മറ്റൊന്ന് അട്ടമല. ഈ 4 പ്രദേശങ്ങളിലുള്ള ജനങ്ങളെയും അവരുടെ ആവാസ വ്യവസ്ഥയും അപ്പാടെ തച്ചുടച്ച് മണ്ണോട് ചേർത്താണ് ഈ വലിയ പെയ്ത്തുമുണ്ടായത്. ആ പേമാരിയിൽ തകർന്നുപോയ മനുഷ്യർ, ഉള്ളുപൊട്ടിയ ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞ ജീവിതങ്ങൾ, ആ നേർക്കാഴ്ചകൾ ഹൃദയം പിളർക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് മുബഷിറിലേക്കും ടി വി പ്രസാദിലേക്കും അല്ലമീനിലേക്കും നമുക്ക് പോകണം. നമ്മുടെ വാർത്താ സംഘം 16 ഇടങ്ങളിൽ നിന്ന് ഈ തത്സമയ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ആകാശ കാഴ്ചകൾ നിയന്ത്രിക്കുന്നതും പ്രേക്ഷകർക്ക് നൽകുന്നതും ഞങ്ങളുടെ വീഡിയോ ജേർണലിസ്റ്റ് ജിതിനും സംഘവുമാണ്. മറുഭാഗത്ത് സ്മൃതി പരുത്തിക്കാടും ആൻഡ്രു വെഗസ്റ്റനും അടക്കമുള്ളവർ, സുജയ പാർവതി അടക്കമുള്ളവർ, അല്ലമീനും ടി വി പ്രസാദും അടക്കമുള്ളവർ. നോക്കൂ, വാഹനങ്ങൾ ഒരു കൂമ്പാരമായി തീർന്നിരിക്കുന്നു. ഒരു ഷണ്ടിങ് യാർഡിൽ വാഹനങ്ങൾ നിക്ഷേപിച്ചതുപോലെയാണ് പല വീടുകളുടെയും പാർക്കിംഗ് ഏരിയകളിൽ വാഹനങ്ങൾ വന്ന് കുന്നുകൂടി കിടക്കുന്ന കാഴ്ച പ്രേക്ഷകർ കാണുന്നത്. ഏറെ ഹൃദയഭേദകമായ കാഴ്ചയാണ്. ആംബുലൻസുകൾ നിരനിരയായിട്ടിരിക്കുന്നു. അവിടെ മൃതദേഹങ്ങൾ കാത്തിരിക്കുന്നു. കമ്മ്യൂണിറ്റി ഹാൾ ശവപ്പറമ്പായി മാറിയിരിക്കുന്നു. മേപ്പാടിയിലെ ആരോഗ്യ കേന്ദ്രവും ശവപ്പറമ്പായി മാറിയിരിക്കുന്നു. കേരളം ഒരുമിച്ച് നിന്നുള്ള രക്ഷാപ്രവർത്തനത്തിനാണ്, ഒരിക്കൽ കൂടി തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളെ നടുക്കിയ രക്ഷാപ്രവർത്തനത്തിൻ്റെയും ഈ ദുരന്തത്തിൻ്റെയും ആകാശ ദൃശ്യങ്ങളാണ് തത്സമയം കാണുന്നത്. ആ ദുരന്ത ഭൂമി ഒന്നാകെ റിപ്പോർട്ടർ TV ഒപ്പിയെടുക്കുമ്പോൾ കണ്ണീരോടുകൂടിയല്ലാതെ, നടുങ്ങുന്ന മനസ്സോടുകൂടിയല്ലാതെ നമുക്ക് ആ കാഴ്ചകൾ കാണാൻ കഴിയില്ല. എത്രത്തോളം വ്യാപ്തിയുണ്ടെന്ന് പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവും. ഇവിടെ വന്ന് എത്രയോ പേരുകൾ റീൽ ചെയ്തിട്ടുണ്ടാവും, സെൽഫി എടുത്തിട്ടുണ്ടാവും. ഇത് മുകൾ മലയിലേക്ക് പോകുന്ന ഭാഗമാണ്. കിലോമീറ്ററുകൾ നടന്നെത്തേണ്ട മുണ്ടകൈ ഭാഗം. ആ മുണ്ടകൈയിലേക്ക് 12 മണിക്കൂർ അടുത്തു ഇന്നലെ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ. 486 മനുഷ്യരെയാണ് മരണത്തിൻ്റെ വക്കിൽ നിന്ന് ജീവിതത്തിലേക്ക് നമ്മൾ ഇന്നലെ തിരികെ കൊണ്ടുവന്നത്. കേരളവും NDRFും ആർമിയും ഹെലികോപ്റ്ററും എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനത്തിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. വെള്ളറമല സ്കൂളിൻ്റെ അവസ്ഥ നോക്കൂ. ഒരു നില പൂർണ്ണമായും മൂടിക്കഴിഞ്ഞു. ഈ സ്കൂൾ ഇങ്ങനെ ആയിരുന്നില്ല. ഒരുപാട് കുഞ്ഞുങ്ങൾ പഠിച്ചിരുന്ന സ്കൂൾ. ആ സ്കൂളിൻ്റെ പരിസരം ഒന്നാകെ മണ്ണ് മൂടിക്കിടക്കുന്നതും ചളി മൂടിക്കിടക്കുന്നതും പ്രേക്ഷകർക്ക് കാണാം. ആ പ്രദേശങ്ങളിലുള്ള വീടുകൾ കാണാനേ ഇല്ല. ചിലടത്ത് ഫൗണ്ടേഷനുകൾ മാത്രം, ചിലത് 1ാം നില പൂർണ്ണമായും മൂടിപ്പോയ അവസ്ഥയിൽ തകർന്നടിഞ്ഞ വീടുകൾ.
അതോടൊപ്പം മണ്ണെടുത്ത കിനാക്കൾ, അതിനിടയിൽ രക്ഷപ്പെട്ടു പോയ മനുഷ്യർ മാത്രം ഇപ്പോഴും ആ നാടിൻ്റെ നടുക്കുന്ന ഓർമ്മകളും പേറി ജീവിക്കുന്ന ഒരു സാഹചര്യം. എത്ര കാലമെടുക്കും ഇത് പുനരുജ്ജീവിക്കാൻ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമേ നമുക്കില്ല. നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നവയാണ്. കള്ളാടിപ്പുഴയുടെ ഇരുവശങ്ങളും മാറി ഒഴുകുന്ന പുഴയാണ് കാണുന്നത്. ഒരു നീർച്ചാല് പോലെ ഒഴുകിയിരുന്ന ഒരു പുഴ ഇപ്പോൾ ഒരു പ്രദേശത്തെ മുഴുവൻ കവർന്നെടുത്ത് പോയിരിക്കുന്നു. എത്ര മനുഷ്യർ ഈ മണ്ണിനടിയിലുണ്ട്, ആരുടെയൊക്കെ വീടുകളുടെ അടിയിൽ ആരൊക്കെ കുടുങ്ങിക്കിടക്കുന്നു ആർക്കറിയാം. ഇപ്പോഴും കൃത്യമായ കണക്കുകളില്ല. 200ഓളം പേരെ കാണാനില്ല എന്ന് മാത്രമാണ് നമുക്കറിയാവുന്നത്. 166 പേരുടെ ശരീരങ്ങൾ കിട്ടുന്നു. അതിൽ ഇനിയും തിരിച്ചറിയാത്ത 60ഓളം മൃതദേഹങ്ങൾ ബാക്കിയാവുന്നു. പലതും ചാലിയാർ പുഴയുടെ തീരത്തടുക്കുന്നു. അവിടെ നിന്നും മനുഷ്യർ അവർക്ക് സാധ്യമായ രക്ഷാപ്രവർത്തനത്തിലൂടെ മറുകരയിലെത്തിക്കുന്നു. ഇതിപ്പോൾ ചൂരൽമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നമുക്ക് റിപ്പോർട്ടർമാരിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. നമ്മളുടെ റിപ്പോർട്ടർമാർ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. പലയിടങ്ങളിൽ നിന്നും ഉള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചൂരൽമലയിൽ നിന്ന്, മുണ്ടകയിൽ നിന്ന്, ഒപ്പം തന്നെ മുണ്ടക്കയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, സുദേവൻ്റെ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് സുദേവൻ്റെ വീട്ടിലേക്ക് കൂടി പോകാവുന്നതാണ് എന്ന് തോന്നുന്നു. അല്പസമയത്തിനുള്ളിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഈ രക്ഷാപ്രവർത്തകർക്ക് അതിനുള്ളിലേക്ക് ഇറങ്ങാൻ സാധിച്ചാൽ നമുക്ക് അവരെ തിരികെ കൊണ്ടുവരാം. ഇത് മറുകര കടന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി താൽക്കാലികമായി ഉണ്ടാക്കിയിരിക്കുന്ന പാലമാണ്. ഇത് ബെയിലി പാലമല്ല. നാളെ വൈകുന്നേരത്തോടു കൂടി മാത്രമേ ബെയിലി പാലം പൂർണ്ണമായും തുറന്നു കൊടുക്കാൻ കഴിയൂ. ഈ ഭാഗത്ത് ഒരു പാലം താൽക്കാലികമായി നിർമ്മിക്കേണ്ടതുണ്ട്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.